മഞ്ഞൾ അഥവാ ടെർമറിക് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ടെർമറിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ മാറ്റിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ്. ടെർമറിക്കിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ടത്, ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. നമ്മളുടെ നാട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ടെർമറിക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടെർമറിക്കിൻ്റെ കൂടെ തന്നെ കർക്കുമിനെ കുറിച്ചും പറയുന്നുണ്ട്. കർക്കുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമറിക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ നാട്ടിൽ മെയിനായിട്ടും ടെർമറിക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കറികളിലാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ മാത്രമല്ല, ലോകമൊട്ടാകെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കുറേ വർഷങ്ങളായി ടെർമറിക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ജപ്പാനിൽ ചായ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കാറ്. തായ്ലാൻഡിൽ സ്കിൻ കെയറും കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ടെർമറിക്കാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ചൈനയിൽ ഇതൊരു കളറൻ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൊറിയയിൽ പലതരത്തിലുള്ള ഡ്രിങ്ക്സിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. മലേഷ്യയിൽ കർക്കുമിൻ എല്ലാം ആൻറ്റിസെപ്റ്റിക്സിലാണ് ഉപയോഗിക്കാറ്. മറ്റു പല രാജ്യങ്ങളിലും ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ലാതെ കർക്കുമിൻ്റെ എക്സ്ട്രാക്ട്സ് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ടാബ്ലറ്റ് രൂപത്തിലും ക്യാപ്സ്യൂൾ രൂപത്തിലും ഓയിൻമെൻറ്റിൻ്റെ രൂപത്തിലും എനർജി ഡ്രിങ്ക്സിൻ്റെ രൂപത്തിലും സോപ്പിൻ്റെ രൂപത്തിലും കോസ്മെറ്റിക്സ് ആയിട്ടും. നമ്മളുടെ നാട്ടിലാണെങ്കിൽ പോലും മഞ്ഞൾപ്പൊടിയും കർക്കുമിൻ്റെ എക്സ്ട്രാക്ട്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ നമ്മളുടെ വയറിൽ നിന്നും വളരെ കുറവാണ്. പോരാതെ തന്നെ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ കഴിക്കുന്നത് അതിൻ്റെ 60% താഴെ മാത്രമേ നമുക്ക് അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. കർക്കുമിനോ അല്ലെങ്കിൽ ടെർമറിക്കോ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബയോ അവൈലബിലിറ്റി ഉയർത്തി നിർത്തിയാൽ മാത്രമേ ഇതിൻ്റെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുകയുള്ളൂ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആണ്. കർക്കുമിൻ്റെ ബയോ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും പുതിയതായിട്ടുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കർക്കുമിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്താൽ മതി. ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേര് പിപ്പറിൻ എന്നാണ്. കർക്കുമിൻ്റെ കൂടെ പിപ്പറിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബയോ അവൈലബിലിറ്റി, അതായത് നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കർക്കുമിൻ്റെ അളവ് 2000%, 2000% വർദ്ധിക്കുന്നതാണ് പറയുന്നത്. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി എത്രയാണ് ഉപയോഗിക്കുന്നത് അത്ര തന്നെ കുരുമുളകിൻ്റെ പൊടി ഉപയോഗിക്കണമെന്നൊന്നുമില്ല. വളരെ കുറഞ്ഞ എമൗണ്ടിൽ തന്നെ ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അടുത്തതായി കർക്കുമിൻ്റെയും ടെർമറിക്കിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് പലതരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നതും ആ ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഇഞ്ചുറീസും ഡാമേജസും DNA ഡാമേജസ് പോലും നടക്കുന്നത്. കർക്കുമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇനെ പോലെയും വൈറ്റമിൻ സിനെ പോലെയും നമ്മളുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആൻറ്റി ഓക്സിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും കർക്കുമിന് കഴിയുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇൻഫ്ലമേഷനാണ് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണം. 2 തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ട്, അക്യൂട്ടും ക്രോണിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. നമ്മളുടെ ഹ്യൂമൻ ഏജിങ്, നമുക്ക് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പോലും ഇൻഫ്ലമേഷൻ കാരണമാണെന്നാണ് പറയുന്നത്. ഇതിന് പുതിയൊരു ടേമും ഉണ്ട്, ഇതിന് ഇൻഫ്ലമേജിങ് എന്നാണ് പറയുന്നത്. കർക്കുമിൻ ചെയ്യുന്നത് ഇൻഫ്ലമേജിങ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും നമ്മളുടെ ബോഡിയിൽ വരുന്നത് കർക്കുമിനും ടെർമറിക്കിനും തടയാൻ സാധിക്കുന്നതാണ് പറയുന്നത്. നമ്മളുടെ ബ്രെയിനിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ആൽസിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ അസുഖം, മറ്റ് പലതരത്തിലുള്ള സെറിബ്രൽ ഇഞ്ചുറീസ്, ഇതൊക്കെ കുറച്ച് നിർത്താൻ കർക്കുമിന് കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ നമ്മളുടെ ബോഡിയിലുള്ള മറ്റു ഓർഗൻസിലുള്ള ഇൻഫ്ലമേഷനും കുറച്ച് നിർത്താൻ കർക്കുമിന് കഴിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഡയബറ്റിസ്, ഇത്തരത്തിലുള്ള കണ്ടീഷൻസും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻറ്റി അലർജിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്മ, ബ്രോങ്കൈറ്റിസ്, കോളൈറ്റിസ്, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സോറിയാസിസ് പോലത്തെ സ്കിൻ കണ്ടീഷൻസ്, ഡിപ്രഷൻ, ഫാറ്റി ലിവർ ഡിസീസ്, റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സിൽ പോലും ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്
ആർത്രൈറ്റിസിൻ്റെ കാര്യമാണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോയിൻസിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷനാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എല്ലിൻ്റെ തേയ്മാനമാണ്. പലതരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ആമവാദം, സന്ധിവാദം, പലതരത്തിലുള്ള ആർത്രൈറ്റിസ് ആണുള്ളത്. മോഡേൺ മെഡിസിനിൽ ആർത്രൈറ്റിസ് ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി NSAIDs, അതായത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഉദാഹരണമാണ് ഡൈക്ലോഫിനാക്, എസെക്ലോഫിനാക്, ഐബ്യൂപ്രൂഫൻ. പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ NSAIDs ആണ് ആർത്രൈറ്റിസിൽ നമ്മൾ ഉപയോഗിക്കാറ്. നീ ജോയിൻ്റ്, അതായത് കാൽമുട്ടിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എൽഡർലി പേഴ്സൺസ്, പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള NSAIDs അധികം ഉപയോഗിക്കാൻ സാധിക്കാറില്ല. കാരണം ഈ പറയുന്ന NSAIDsന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും കാൽമുട്ടുകളിൽ നീ ജോയിൻറ്റിലുള്ളവർക്ക് NSAIDs ഉപയോഗിക്കാൻ പറ്റാറില്ല. കാരണം NSAIDsന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് GI ബ്ലീഡിങ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ് ഉണ്ടാക്കും, അൾസേഴ്സ് ഉണ്ടാക്കും, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ദീർഘകാലം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ NSAIDs ഉപയോഗിക്കാൻ കഴിയാത്തവർക്കും NSAIDs ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കുമാണ് കർക്കുമിൻ്റെയും ടെർമറിക്കിൻ്റെയും മാക്സിമം ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നത്. ഇത് തെളിയിക്കാൻ പലതരത്തിലുള്ള മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി, അതിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ് ജൂലൈ 2022 നടത്തിയിട്ടുള്ളത്. എല്ലാ സ്റ്റഡീസിൻ്റെയും കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ളവർക്ക് കർക്കുമിൻ എക്സ്ട്രാക്ട്സ് കഴിക്കുന്നതിനനുസരിച്ച് തന്നെ പെയിന് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പെയിന് മാത്രമല്ല, പെയിനിൻ്റെ കൂടെ തന്നെ ആ ജോയിൻറ്റിലുള്ള സ്വെല്ലിംഗ്, നീർക്കെട്ട് അത് കുറയ്ക്കാൻ സാധിക്കും. ആ കാൽമുട്ട് അല്ലെങ്കിൽ ആ ജോയിൻറ്റ് ഉപയോഗിക്കാൻ, അതിൻ്റെ ഫങ്ഷനാലിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. കർക്കുമിൻ്റെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ഉള്ള യൂസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും അവർക്ക് NSAIDs ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ NSAIDs സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കർക്കുമിൻ എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ടെർമറിക്കോ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് അതിനെക്കൊണ്ട് കുറയുന്നില്ലെങ്കിൽ മാത്രം NSAIDsലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു കൂടാതെ കർക്കുമിന് പലതരത്തിലുള്ള മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സും പറയുന്നുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ്. ഡീജനറേറ്റീവ് ഐ കണ്ടീഷൻസിലായിട്ട് മാക്കുലർ ഡീജനറേഷൻസിനൊക്കെ കർക്കുമിൻ യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആർത്രൈറ്റിസ് രോഗികൾക്ക് പെയിന് കുറയ്ക്കുമെന്ന് നോക്കിയ ഒരു തരത്തിലുള്ള സ്റ്റഡി നടത്തിയത് ഡൈക്ലോഫിനാക് പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു പെയിൻ കില്ലർ കഴിക്കുന്ന ഗ്രൂപ്പും കർക്കുമിൻ 500 mg/day പെപ്പറിൻ്റെ കൂടെ കഴിക്കുന്ന ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്ത സമയത്താണ്. ഇവരിൽ 28 ദിവസം കഴിയുന്ന സമയത്ത് പെയിന് കുറയുന്നതിനോടൊപ്പം തന്നെ വെയിറ്റ് ലോസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലിപ്പിഡ് ലോവറിങ്, കൊളസ്ട്രോള് നോർമൽ ലെവലിൽ നിർത്തുന്ന പ്രോപ്പർട്ടീസും കർക്കുമിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് സോറിയാസിസും എറ്റോപിക് ഡെർമറ്റൈറ്റിസും പോലത്തെ കണ്ടീഷൻസിലും ഇൻഫ്ലമേജിങ് കുറയ്ക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റഡീസൊക്കെ ഇപ്പോഴും നടത്തുന്നത് കുറവാണ്. നമുക്ക് കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ ആർത്രൈറ്റിസ് പോലെ തന്നെ ഈ പറയുന്ന കണ്ടീഷൻസിലും കർക്കുമിൻ്റെ റോള് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കർക്കുമിൻ്റെ സേഫ്റ്റീനെ കുറിച്ച് പറയാം. എത്ര ഡോസിൽ കഴിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റഡീസൊക്കെ നടത്തിയത് 8 മുതൽ 12 ആഴ്ച വരെയായിരുന്നു. ഒരു ദിവസം 1000 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം ടെർമറിക് എക്സ്ട്രാക്ട്സ് ആണ് കഴിച്ചത്. ജോയിൻറ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റീൻ്റെയും ഒക്കെ റിപ്പോർട്ട്സ് പ്രകാരം കർക്കുമിൻ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളൊരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഒരു ദിവസം 3 mg/kg ബോഡി വെയിറ്റ് വരെ കഴിക്കാമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോഡി വെയിറ്റ് 60 കിലോ ആണെന്നുണ്ടെങ്കിൽ 180 മില്ലിഗ്രാം വരെ സേഫ്ലി നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കർക്കുമിൻ്റെ കാര്യമാണ്, ടെർമറിക് അല്ല. ടെർമറിക്കിൻ്റെ കാര്യം വരുന്ന സമയത്ത് 4000 മില്ലിഗ്രാം മുതൽ 8000 മില്ലിഗ്രാം, അതായത് 4 മുതൽ 8 ഗ്രാം വരെ ഒരു ദിവസം സേഫായിട്ടും കഴിക്കാമെന്ന് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ കർക്കുമിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ഇത് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാറ്റ്സിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. ഫാറ്റിൻ്റെ ഉദാഹരണമാണ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു വെജിറ്റബിൾ ഓയിൽ. നിങ്ങൾക്ക് ഓയിലിൻ്റെ കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഉപയോഗിക്കാം. സാധാരണ പീനട്ട്സ് അല്ലെങ്കിൽ നിലക്കടല, കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ കഴിക്കാമെന്നാണ് പറയുന്നത്. ഒരു ദിവസം ടെർമറിക്കിൻ്റെ അളവെന്ന് പറയുന്നത് മാക്സിമം 1 ടീസ്പൂണാണ്, ഒരു ചെറിയ സ്പൂൺ. അത് കറിയിലിടുന്നതും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ മാക്സിമം എമൗണ്ട് പറയുന്നത്. പക്ഷേ നിങ്ങൾ എങ്ങനെ ടെർമറിക് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കർക്കുമിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ പിപ്പറിൻ, അതായത് ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വളരെ കുറഞ്ഞ എമൗണ്ട് മതി, ഒരു പിഞ്ച് മതി. ഒരു ടീസ്പൂണിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ മാത്രം കുരുമുളക് പൊടി എടുത്ത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
കർക്കുമിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും നോക്കുന്ന സ്റ്റഡീസിലും കർക്കുമിൻ്റെ കൂടെ പിപ്പറിൻ ആഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരു പ്രശ്നമില്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചെറിയ അളവിൽ കിട്ടുന്നു തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും കൂടി പറയാം. എല്ലാവർക്കും ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല, സ്റ്റഡീസിൽ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ്, നെഗറ്റീവ് അഡ്വേഴ്സ് ഇഫക്ട്സും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഡയറിയ, ഹെഡ് ഏക്ക്, റാഷസ് വരുന്നതായിട്ട്, സ്കിന്നിൻ്റെ പുറത്ത് റാഷസ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റൂളിൻ്റെ കളർ യെല്ലോ കളറായി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കർക്കുമിൻ കുറച്ചും കൂടി കൂടുതൽ അളവിൽ, അതായത് 3 ഗ്രാം പെർ ഡേ വരെയൊക്കെ കഴിക്കുന്നവർക്ക് മറ്റു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ആയിരുന്നു കണ്ടത്. മെയിൻലി നോസിയ, ഡയറിയ, അവരുടെ സിറം ബ്ലഡ് ലെവൽസിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസും LDH അഥവാ ലാക്ടേറ്റ് ഡീഹൈഡ്രജനേസും ഒക്കെ വർദ്ധിച്ചതായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയുടെ റെഫറൻസ് ആർട്ടിക്കിളിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും ടർമറിക് അല്ലെങ്കിൽ കർക്കുമിൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും കർക്കുമിൻ അല്ലെങ്കിൽ ടർമറിക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചത്, എത്ര ഡോസിലാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്, ഈ കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മഞ്ഞളിനെ കുറിച്ച് മാത്രമല്ല, ചെറുപയർ, മുട്ട, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദീകരിക്കുന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.